നിധി തേടിയുള്ള യാത്രയിലെ മുഴുവൻ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് വെറും ഒരു ട്രഷർ ഹണ്ട് മാത്രമായിരുന്നില്ല, ഇതൊരു കൺസ്ട്രക്ഷൻ ആയിരുന്നു. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 5 കോണുകളിൽ നിന്നും നമ്മൾ ശേഖരിച്ച 5 അപൂർവ എലമെന്റ്സ്. അതിലാദ്യത്തേത് ഹൈദരാബാദ്, ദ ഫയർ. നമ്മൾ ആദ്യം കണ്ടെത്തിയത് ഹൈദരാബാദിന്റെ അഗ്നിയായിരുന്നു. ചാർമിനാറിന്റെ നാട്ടിലെ എരിവും ചൂടും, അതാണ് ഈ നിധിയുടെ ഊർജം. രണ്ടാമത്തേത് ലക്നൗ, ദ എയർ. നമ്മൾ രണ്ടാമതായി കണ്ടെത്തിയ നഗരം എന്നുള്ളത് ലക്നൗ ആണ്. അവിടുത്തെ കാറ്റിൽ പോലും സുഗന്ധമുണ്ടായിരുന്നു. പാത്രത്തിനകത്ത് ആവിയെ തളച്ചിരുന്ന ദം എന്ന മാന്ത്രിക വിദ്യ അവിടെ നിന്ന് നമ്മൾ പഠിച്ചു. ആൻഡ് തേർഡ് വൺ, കൊൽക്കത്ത, ദ എർത്ത്. അരിയും മാംസവും മാത്രമല്ല, മണ്ണിന്റെ വിളവായ ഉരുളക്കിഴങ്ങിനെ കൂടി ചേർത്ത് രുചിക്ക് പുതിയൊരു മാനം നൽകിയ പരീക്ഷണം. ആൻഡ് ദ ഫോർത്ത് വൺ, ദി അയൺ, ഡൽഹി. 4ാമതായി നമ്മൾ കണ്ടെത്തിയ നഗരം ഡൽഹി ആയിരുന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ കരുത്ത്, ഏറ്റവും മികച്ച ബസ്മതി അരിയും രാജകീയമായ ചേരുവകളും, അതാണ് ഈ നിധിയുടെ അടിത്തറ എന്ന് പറയുന്നത്. ഈ 4 ശക്തികളും, അഗ്നിയും വായുവും ഭൂമിയും കരുത്തും, അവസാനം എവിടെയാണ് സംഗമിക്കുന്നത്? നമുക്ക് നോക്കാം. യെസ്, ദ ഫിഫ്ത് വൺ, കോഴിക്കോട്, ദ സോൾ. അറബിക്കടലിന്റെ തീരത്ത്, ഇവിടെ വെച്ചാണ് ഈ 4 കാര്യങ്ങളും ദയ്യിന്റെയും സ്നേഹത്തിന്റെയും കടലിൽ ഒന്നിക്കുന്നത്. ഇനിയും നിധി എന്താണെന്ന് ആലോചിച്ചിരിക്കുന്ന പ്രിയ കൂട്ടുകാരോട്, ഈ പറയപ്പെടുന്ന നിധിയെ ശാസ്ത്രലോകം തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കും. ചരിത്രം ഇതിനെ സാംസ്കാരിക കൈമാറ്റം എന്നും വിളിക്കും. പക്ഷേ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഈ നിധിയുടെ പേര് നിങ്ങൾ ആൾറെഡി കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞു. യെസ്, ദ ബിരിയാണി, ദ ഗ്രേറ്റ് ബിരിയാണി. ഹൈദരാബാദിന്റെ മസാലയും ലക്നൌവിന്റെ മണവും കൊൽക്കത്തയുടെ രുചിയും ഡൽഹിയുടെ പ്രൗഢിയും കോഴിക്കോടിന്റെ കൈപുണ്യവും ചേർന്ന ദി അൾട്ടിമേറ്റ് ട്രഷർ ബിരിയാണിയാണ് നമ്മുടെ നിധി. അങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങൾ നൽകി ക്ലൂകൾ കരസ്ഥമാക്കി ബിരിയാണി എന്ന ട്രഷറിലെത്തിയ മുഴുവൻ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങൾ. ബിരിയാണി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എക്സാം വൈ ലേണിംഗ് പരിചയപ്പെടുത്താൻ മറക്കേണ്ട. വീണ്ടും ഒരു ട്രഷർ ഹണ്ടുമായി ഞങ്ങൾ വരാം. ബൈ.